ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ സുപ്രീം കോടതിയിൽ കടുത്ത വാദപ്രതിവാദം. സ്ത്രീ പ്രവേശന വിധിയിൽ വലിയ പിഴവുകളുണ്ടെന്ന് വിധിയെ എതിർക്കുന്നവർ വാദിച്ചു. വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സർക്കാർ അതേസമയം കോടതിയിൽ വാദിച്ചു. സർക്കാരിന്റെ അഭിഭാഷകൻ മതേതര സ്ഥാപനങ്ങൾക്കുള്ള നിയമം മതസ്ഥാപനങ്ങൾക്ക് ബാധകമാക്കാനില്ല NSSന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ പരാശരൻ വാദിച്ചു. വ്യക്തികളുടെയും മതങ്ങളുടെയും അവകാശങ്ങളെ വേർതിരിച്ചു കാണുന്നതിൽ കോടതി പരാജയപ്പെട്ടു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിലക്കിന് തൊട്ടുകൂടായ്മയുമായി ബന്ധമില്ലെന്നും പരാശരൻ പറഞ്ഞു. ക്ഷേത്രത്തിലെത്തുന്ന പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്ക് എന്തു തോന്നുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ജസ്റ്റിസ് നരിമാന്റെ ചോദ്യം. തന്ത്രിക്കാണ് ആചാരങ്ങളിലെ പരമാധികാരമെന്ന് തന്ത്രിക്ക് വേണ്ടി ഹാജരായ വി ഗിരി വാദിച്ചു. യുക്തി നടപ്പാക്കാൻ ശബരിമല സയൻസ് മ്യൂസിയം അല്ലെന്നായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വിയുടെ വാദം. പുനഃപരിശോധിക്കാനുള്ള പിഴവുകളൊന്നും വിധിയിലില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ജയ്ദീപ് ഗുപ്ത വാദിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പസമയത്തിനകം വാദം പുനരാരംഭിക്കും എന്ന ഏറ്റവും പുതിയ വിവരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട വാദം കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചത് ആരൊക്കെ? പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തായിരുന്നു? 2 മണിക്ക് ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? രഞ്ജിത്ത്, സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണോ എന്നത് സംബന്ധിച്ച നിർണായകമായ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കേണ്ടത് ദേവസ്വം ബോർഡിന് വേണ്ടി രാകേഷ് ദ്വിവേദി വാദം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ബെഞ്ച് വീണ്ടും സിറ്റിംഗ് നടത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വാദം നടക്കാനും പോകുന്നുണ്ട്. ഒരു പക്ഷേ വരും ദിവസങ്ങളിലടക്കം ഏറ്റവും നിർണായകമായി ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു വിഷയം കൂടിയായിരിക്കും ദേവസ്വം ബോർഡ് എന്തായിരിക്കും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന് രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ള ഒന്നാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മാത്രമായ ഒന്നായി ദേവസ്വം ബോർഡ് മാറുന്നു. ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായ ഒരു നിലപാടില്ല എന്ന തരത്തിൽ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന ഒരു സമയത്തു കൂടിയാണ് ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജിയിന്മേലുള്ള നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഇനി പറയുന്ന ഓരോ പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് രാഷ്ട്രീയമായി കൂടി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ ഹർജി പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യവുമില്ല, വിധി പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന കൃത്യമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ ഏർപ്പെട്ട അഭിഭാഷകർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഈ വിധി പ്രസ്താവത്തിൽ എന്തെങ്കിലും പിഴവുകൾ ഉയർത്തി കാണിക്കാൻ ഈ അഭിഭാഷകർക്ക് സാധിച്ചിട്ടില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് എങ്കിലും സ്വതന്ത്രമായ തീരുമാനമാണ് ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും നിലപാട് സ്വീകരിക്കാറ്. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് വിപരീതമായ ഒരു വിധി, വിശ്വാസികൾക്ക് വിപരീതമായ വിധിയാണ് ഉണ്ടായത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം മുതലെടുക്കുന്നത് ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛയ്ക്ക് മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നായി മാറി. സ്വതന്ത്രമായ താല്പര്യങ്ങളില്ല, വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നല്ല ദേവസ്വം ബോർഡ്. അതിന്റെ കൂടി ഫലമായാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നാണ് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിമർശിക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന മിനിറ്റുകളിൽ രാകേഷ് ദ്വിവേദി വാദിക്കുന്ന ഓരോ പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. കോടതിയിൽ അദ്ദേഹം എന്ത് ആണ് ദേവസ്വം ബോർഡിന് വേണ്ടി വ്യക്തമാക്കാൻ പോകുന്നത്? സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പൂർണ്ണമായും അനുകൂലിക്കുന്ന ഒരു നിലപാടായിരിക്കുമോ ദേവസ്വം ബോർഡ് സ്വീകരിക്കുക എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച സമയം കൂടിയാണിത്. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം വലിയ പരിമിതികളുണ്ട് എന്ന വിമർശനവും നിലനിന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീ പ്രവേശന വിധി നടപ്പിലാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ ദേവസ്വം ബോർഡ് സമീപിച്ചതുമാണ്. ഒരുപക്ഷെ ഈ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ അങ്ങനെ ഒരു അവസരം അഭിഭാഷകൻ ഉപയോഗപ്പെടുത്തുമോ എന്നതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന് വേണ്ടി രാകേഷ് ദ്വിവേദി വാദം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മിനിറ്റുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്ത് നിലപാടാണ് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കൈക്കൊള്ളാൻ പോകുന്നത്. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കണമെന്ന നിലപാടായിരിക്കുമോ, അതെയോ ഇപ്പോഴത്തെ വിധിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടായിരിക്കുമോ സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ആ നിലപാട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരുപക്ഷെ സാവകാശം തേടുന്നതിനുള്ള ഒരു സമീപനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ത്രീ ബെഞ്ച് സിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഉച്ചയൂണിന് 1 മണിക്ക് ശേഷം ഇപ്പോൾ 2 മണിക്ക് വീണ്ടും സിറ്റിംഗ് ആരംഭിച്ചു. ദേവസ്വം ബോർഡിന് വേണ്ടി രാകേഷ് ദ്വിവേദി വാദിക്കുന്നു. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇതുവരെ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് നേരത്തെ അഭിഭാഷകൻ അഭിലാഷുമായൊക്കെ സംസാരിച്ചിരുന്നുവല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് കോടതിയുടെ നീക്കം? ഇന്ന് തന്നെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അതോ
കൂടുതൽ വാദം കേൾക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? എന്താണ് നിയമവൃത്തങ്ങൾ? ഇതുവരെയുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച്, രീതികൾ വെച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത്? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അതിന് ഒന്ന് രണ്ട് വസ്തുതകൾ കൂടി നമുക്ക് മുന്നിൽ വെക്കാൻ സാധിക്കും. ഇന്ന് വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ ആദ്യം പുനഃപരിശോധനാ ഹർജി നൽകിയവർക്ക് വേണ്ടിയുള്ള അഭിഭാഷകർക്കാണ് അവസരം നൽകിയത്. 10:30 വളരെ മുതിർന്ന അഭിഭാഷകനായ കെ പരാശരനായിരുന്നു NSSന് വേണ്ടി ഹാജരായത്. 35 മിനിറ്റോളം അദ്ദേഹം സുദീർഘമായ ഒരു വാദം തന്നെയാണ് നടത്തിയത്. പിന്നീട് അഭിഷേക് സിംഗ് ഉൾപ്പെടെയുള്ളവർ, വി ഗിരി ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകർ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. 12:30 വരെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടവർക്ക് വേണ്ടിയാണ് സമയം അനുവദിച്ചത്. എങ്കിൽ അതിനുശേഷമായിരുന്നു സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ രംഗത്തെത്തിയത്. ഈ വാദപ്രതിവാദങ്ങൾക്കിടെ മറ്റ് അഭിഭാഷകർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അവർക്ക് കൂടി പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുള്ള മുഴുവൻ അഭിഭാഷകരും തങ്ങൾക്ക് വാദിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇത് ചെറിയ തോതിൽ തർക്കമുണ്ടായി. ചില അഭിഭാഷകരോട് തങ്ങളുടെ വാദങ്ങൾ എഴുതി തരൂ എന്ന തരത്തിൽ കോടതി ബെഞ്ച് ആവശ്യപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇന്ദു മൽഹോത്ര, അതായത് വാദത്തിനിടയിൽ ഇന്ദു മൽഹോത്ര ആവശ്യപ്പെട്ട ഒന്ന്, തിരുവിതാംകൂർ ഹിന്ദുമത സ്വാതന്ത്ര്യം, ഹിന്ദുമത ആചാരവുമായി ബന്ധപ്പെട്ട കോപ്പി കോടതിയിൽ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. കോപ്പി ഹാജരാക്കാമെന്ന് അഭിഭാഷകർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അഭിലാഷ്, പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ വാദിച്ച കാര്യങ്ങൾ വിധി പുനഃപരിശോധിക്കാൻ തക്ക കാരണമല്ല. ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകന്റെ വാദമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം രാകേഷ് ദ്വിവേദിയുടെ വാദമാണ് എന്ന് കരുതുന്നു. ആർത്തവമില്ലാതെ മനുഷ്യ കുലത്തിന് നിലനിൽപ്പില്ല, എല്ലാ വ്യക്തരും തുല്യരാണ്, എല്ലാ ഭക്തരും തുല്യരാണെന്നാണ് മതത്തിന്റെ അടിസ്ഥാനം. ഈ രീതിയിലാണ് ദേവസ്വം ബോർഡിന്റെ വാദം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ വാദത്തിനൊപ്പം ദേവസ്വം ബോർഡ് നിൽക്കുന്നു എന്ന് വേണ്ടേ അഭിലാഷ് കരുതാൻ? തീർച്ചയായും പുനഃപരിശോധനാ ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടവർ മറ്റൊരു വാദഗതിയായിരുന്നു ഉയർത്തിയത്. വിശ്വാസം എന്നത് സംരക്ഷിക്കപ്പെടണം, വിശ്വാസത്തിന് ഭരണഘടനാനുസൃതമായ അവകാശങ്ങളും സ്വാതന്ത്ര്യമുണ്ട് എന്നായിരുന്നു. എന്നാൽ സർക്കാർ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ എതിർത്തത് ഇത് തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ പോലെയുള്ള ഒരു പരിഷ്കൃതമായ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു കോടതി വിധിയല്ല, മറിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസങ്ങൾ പാടില്ല. സ്ത്രീയും പുരുഷനും തുല്യത അർഹിക്കുന്നവരാണ്. ആ തരത്തിലുള്ള തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു വിധി പ്രസ്താവമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ തുല്യനീതിയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നും പുനഃപരിശോധനാ ഹർജി അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചതെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് തന്നെയാണ് ദേവസ്വം ബോർഡും കടന്നിരിക്കുന്നത്. അതായത് പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്ന ആവശ്യത്തിലേക്ക് ദേവസ്വം ബോർഡും കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിനെ ശരിവെക്കുന്ന സമീപനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡിന് വേണ്ടി രാകേഷ് ദ്വിവേദി വാദിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. എല്ലാ വ്യക്തികളും തുല്യർ ആണ് എന്നതാണ് മതത്തിന്റെ അടിസ്ഥാനം. അതായത് മതപരമായ സാമുദായികമായ ദീപ രാഹുൽ ഈശ്വറിന് പോകേണ്ടതുണ്ട്. അവർ കുറെ നേരമായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദീപ, ഇതുവരെ ഉണ്ടായ വാദങ്ങൾ ഇപ്പോൾ 12:30 വരെ പുനഃപരിശോധനാ ഹർജിയെ അനുകൂലിക്കുന്നവർ വാദിച്ചു. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തിലും യാതൊരു പ്രതീക്ഷയുമില്ല. ദേവസ്വം ബോർഡും സർക്കാർ നിലപാടിന് ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്താണ് ദീപയുടെ ഒരു പ്രതീക്ഷ? പ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷയോടെയാണല്ലോ നമ്മൾ ഇതിലേക്ക് രാവിലെ മുതലേ ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മൾ പറയുന്ന കാര്യങ്ങളും വസ്തുതകളും എല്ലാം പണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെങ്കിലും അത് കേൾക്കുന്നവരിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബെഞ്ചിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം CJI തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നതിലും ഒരല്പം വ്യത്യാസം ഉണ്ടാവും. ആ ഫാക്ട്സ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് നിന്നുള്ള ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വലിയ സർപ്രൈസ് ഒന്നുമില്ല. അതിൽ നിന്നും അപ്പുറം ഒന്നും നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആഗ്രഹിച്ചുവെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ദേവസ്വം ബോർഡിന് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? ഗവൺമെന്റ് പറയുന്നതിനോടൊപ്പം നിൽക്കാനല്ലാതെ ദേവസ്വം ബോർഡൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നും ഞങ്ങൾക്ക് വിഷമമുള്ളത്. ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സാധാരണ ഭക്തർക്ക് എന്നും സങ്കടമുള്ളത് അത് കാരണമാണ്. കാരണം ദേവസ്വം ബോർഡ് ഗവൺമെന്റ് പറയുന്നത് പോലെ ചെയ്യാനല്ലേ ദേവസ്വം ബോർഡിന് കഴിയുള്ളൂ. ഗവൺമെന്റ് പറഞ്ഞാലേ അവർക്ക് മറ്റെന്തെങ്കിലും മാറ്റി പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിലും വലിയ ഒരു സർപ്രൈസ് ഇല്ല. പക്ഷെ ആകെ അതിലൊരു അതിശയം വരാൻ സാധ്യതയുള്ളത് റിവ്യൂ പെറ്റീഷൻ മുഴുവനായിട്ടും കേൾക്കേണ്ട ആവശ്യമില്ല.
തള്ളാം എന്നൊരു നിലപാടാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ നിരാശകരമായ കാര്യമായിരിക്കും. പക്ഷേ എങ്കിലും അടുത്ത നടപടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതും പിന്നെ നമുക്കൊരു ഓർഡിനൻസ് ലെവലിലേക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും പിന്നീട് ചിന്ത. അല്ലാതെ ഇതിൽ ഒരു അന്തിമമായിട്ട് ഇതിലൊരു വിജയം കാണാതെ ഒരു സൊല്യൂഷൻ കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭക്തരുടെ എണ്ണം അത്രയ്ക്കുമാണ്. യഥാർത്ഥ ഭക്തരുടെ അല്ലെങ്കിൽ ശരിക്കും ഈ ശബരിമല ആചാരങ്ങളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവരുടെ പ്രാർത്ഥന നാമജപങ്ങളും കാര്യങ്ങളും മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അഥവാ ഇന്ന് വിധി നമുക്കെതിരായിട്ട് വരികയാണെങ്കിൽ അത് മുൻപോട്ടേക്ക് പോകും. അന്തിമമായി ഞങ്ങൾ വിജയിക്കാതെ, ഞങ്ങൾ എന്ന് പറയുന്നാൽ ശബരിമല അയ്യപ്പന്റെ വിജയം കാണാതെ ഞങ്ങൾക്ക് ഇതിൽ വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. വിധി എങ്ങനെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വിട്ടുകളയാമെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കുറച്ച് സെൻസിബിൾ ആയ രീതിയിൽ, അതായത് രണ്ട് പക്ഷവും ചേരാതെ വസ്തുതകൾ നോക്കിയാൽ തന്നെ ഇതിൽ മനസ്സിലാവും ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമല്ല ഉള്ളത്. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഇഷ്ടം പോലെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളും കയറുന്ന സ്ഥലമാണ്. ജാതി മത വ്യത്യാസങ്ങളില്ല. അങ്ങനെ ഈ പറയുന്ന ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ഇവിടെ ആ പ്രതിഷ്ഠാ സങ്കല്പം മാത്രമാണ്. മറ്റൊരു അയ്യപ്പ ക്ഷേത്രത്തിലും ഇങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ തന്നെ അറിയാം അയ്യപ്പ പ്രതിഷ്ഠയുടെ കാരണമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത്തരം വസ്തുതകളെ വളരെ സെൻസിബിൾ ആയിട്ട് രണ്ട് പക്ഷത്തുനിന്നും ചിന്തിക്കാതെ, ഒരു ബയസ്ഡ് ആയിട്ട് അല്ലാതെ നടുവിൽ നിന്നുകൊണ്ട് ഈ വസ്തുതകളെ മാത്രം നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു അനുകൂലമായ ഒരു ഇത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് അഭിഭാഷകരിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും അന്തിമ വിജയം സ്വാമി അയ്യപ്പന്റെ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ നന്ദി ദീപ രാഹുൽ ഈശ്വരി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരുന്നത് ദേവസ്വം ബോർഡും സർക്കാരും ഈ വിഷയത്തിൽ കോടതിയിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചോദിക്കുന്നു, ബോർഡ് നിലപാട് മാറ്റിയില്ലേ? യുവതീ പ്രവേശനത്തെ ബോർഡ് എതിർത്തിരുന്നില്ലേ എന്നും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചോദിക്കുന്നു. പക്ഷേ സുപ്രധാന വിധി കൊണ്ടുവന്ന മാറ്റം ഇതിനെ എതിർക്കുന്നവർ പോലും അംഗീകരിച്ചേ മതിയാവൂ എന്നാണ് ദേവസ്വം ബോർഡ് അഭിഭാഷകൻ വാദിക്കുന്നത്. എല്ലാ ഭക്തരും തുല്യരാണെന്നാണ് മതത്തിന്റെ അടിസ്ഥാനം. എല്ലാവർക്കും തുല്യ അവകാശം വേണം എന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വാദിക്കുമ്പോൾ, അഭിലാഷ്, ഇത്തരത്തിൽ പൂർണ്ണമായും സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നു എന്ന് വേണ്ടേ കരുതാൻ? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ കൃത്യമായും നിലപാട് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. യുവതീ പ്രവേശനത്തെ പൂർണ്ണമായും അനുകൂലിക്കുന്ന സമീപനം തന്നെയാണ് ദേവസ്വം ബോർഡിന് എന്ന് തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ദേവസ്വം ബോർഡ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതുമായി ബന്ധപ്പെട്ടായിരുന്നു. സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. ഭരണഘടനയെ അനുസരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമെന്നും സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കുന്ന സർക്കാരാണ് ഇത് എന്നും അതുകൊണ്ട് തന്നെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ശബരിമലയിൽ പ്രവേശിക്കാൻ തയ്യാറായാൽ അതിനെ അനുകൂലിക്കുന്ന സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നത് സർക്കാർ നേരത്തെ തന്നെ അടിവരയിട്ട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ സർക്കാരിന്റെ കീഴിലാണ് എങ്കിൽ പോലും സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനമാണ് ദേവസ്വം ബോർഡിന്റേത് എന്നും ദേവസ്വം ബോർഡ് ക്ഷേത്രാചാര്യ മര്യാദകൾ പാലിക്കുന്നതാണ് എന്നും ആ തരത്തിൽ സ്ത്രീ പ്രവേശനത്തെ അടക്കം പൂർണ്ണമായും പിന്തുണച്ചിട്ടില്ല എന്ന തരത്തിലൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ കേസുമായി ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം കോടതിയിൽ ചർച്ച ചെയ്യുമ്പോൾ എന്ത് നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് എന്നത് വ്യക്തമാകുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത് എന്ന് തന്നെയാണ്. ആ സമയത്ത് അതായത് ഈ തരത്തിൽ അതായത് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അംഗീകരിക്കേണ്ടതുണ്ട്. വിധിയെ എതിർക്കുന്നവർ പോലും ഈ വിധിയെ അംഗീകരിച്ചേ മതിയാകൂ എന്നായിരുന്നു ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വ്യക്തമാക്കിയത്. ആ ഘട്ടത്തിലാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഈ വിഷയത്തിൽ ഇടപെട്ടത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ വ്യത്യസ്തമായ വിധി പ്രസ്താവം പുറപ്പെടുവിച്ചത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്ത ഏക വനിതാ ജഡ്ജി കൂടിയായിരുന്നു ഇന്ദു മൽഹോത്ര. ഇന്ദു മൽഹോത്ര ആ സമയത്ത് ഇടപെടുകയും മറുചോദ്യം ചോദിക്കുകയും ചെയ്തത് ദേവസ്വം ബോർഡിന് ഇങ്ങനെയൊരു നിലപാടായിരുന്നില്ലല്ലോ, ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയിരുന്നല്ലോ, യുവതികളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നില്ലേ എന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചോദിക്കുകയുണ്ടായി. അതേസമയം ദേവസ്വം ബോർഡിന് നിലപാട് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒരേ നിലപാട് തന്നെയാണ് എന്ന മറുപടിയാണ് ആ സമയത്ത്
ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ രാകേഷ് ദ്വിവേദി വ്യക്തമാക്കുകയും ചെയ്തത്. ഒരു നിലപാട് മാറ്റവും ഇല്ല എന്നാണ് പറയുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ എന്നതാണ് ശബരിമല വിധിയുടെ അന്തസത്ത. ഇതാണ് സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യം എന്നുകൂടി അഭിഭാഷകൻ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായുമ്പോൾ പറയുന്നു. നിലപാട് മാറ്റിയെന്നും ആവശ്യമെങ്കിൽ അത് കാട്ടി അപേക്ഷ ഫയൽ ചെയ്യാമെന്നുമാണ് ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുവതീ പ്രവേശന നിയന്ത്രണം അനിവാര്യമായ മതാചാരം ആണ് എന്നതിന് തെളിവില്ല എന്നുകൂടിയാണ് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ഈ വിഷയത്തിന്മേൽ സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നത്. അതായത് യുവതികളെ പ്രവേശിപ്പിക്കേണ്ട തരത്തിൽ ഒരു മതാചാരം നിലനിൽക്കുന്നു ശബരിമലയിൽ എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള തെളിവുകളും ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ആചാരത്തിന്റെ സ്ത്രീകളെ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് തടയേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന കൃത്യമായ നിലപാടാണ് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സ്വീകരിക്കുന്നത്. കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാന കാര്യം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് ദേവസ്വം ബോർഡ് സർക്കാരിനൊപ്പം നിൽക്കുന്നു. ലാൽകുമാർ, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. യുവതീ പ്രവേശനത്തെ പൂർണ്ണമായും ദേവസ്വം ബോർഡും അനുകൂലിക്കുമ്പോൾ ഇത്തരത്തിൽ എതിർ വാദങ്ങൾ പറഞ്ഞ അവരെ പൂർണ്ണമായും ഖണ്ഡിച്ചുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡ് നിലപാട് വളരെ നിർണായകമായിരുന്നു. ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഈ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളും സംഭവിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. സുപ്രീം കോടതി ഈ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം നിർണായകമാണെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. കാരണം ഇതൊരു റിവ്യൂ പെറ്റീഷനാണ്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ സ്റ്റാൻഡിനോ അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ സ്റ്റാൻഡിനോ ഒന്നും വലിയ പ്രസക്തിയില്ല. എന്താണോ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇൻ്റർപ്രറ്റ് ചെയ്തേക്കുന്ന രീതിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുക. അതാണ് ഗൊഗോയ് ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സബ്സ്റ്റൻസ് ഉള്ള കാര്യമുണ്ടെങ്കിൽ പറയൂ. ഇപ്പം ദേവസ്വം ബോർഡ് ഇപ്പുറത്ത് തന്നെ നിൽക്കുന്നതിരിക്കട്ടെ, എന്നാലും ഈ റിവ്യൂവിൽ വ്യത്യാസം വരില്ല. ഞാൻ പറഞ്ഞത് റിവ്യൂവിൽ ഡിസിഷൻ വ്യത്യാസം വരില്ല എന്നുള്ളതല്ല. കാര്യം അത് സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ പൊസിഷൻ അനുസരിച്ചൊന്നും ആയിരിക്കത്തില്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ അവർ മാറ്റിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് മാറ്റാനുള്ളതാണ്. അത് സമത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവർ ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ തെറ്റില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാര്യം അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇരുമ്പൊളക്കം ഒന്നുമില്ല, മാറ്റിക്കൂടാതൊന്നുമില്ലല്ലോ. അപ്പം അതിനകത്ത് ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിനകത്ത് ധാർമ്മികമായ തെറ്റുണ്ട്. ഒരിക്കലും റിവ്യൂ മുന്നോട്ട് പോകുന്നത് അതിനെ അടിസ്ഥാനം. ഇപ്പം ദേവസ്വം ബോർഡ് ഇവർ കൊടുത്ത് നിന്നാൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷൻ വരുമോ? ഇല്ല. സ്റ്റേറ്റ് നിന്നാൽ വരുമോ? ഇല്ല. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ അഫിഡവിറ്റിനനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്ന് പറയുന്ന പോലത്തെ അത്രയും ലെവലിലുള്ള മണ്ടത്തരം തന്നെയാണ് അതെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇതുവരെ ഉണ്ടായ വാദങ്ങൾ ഇപ്പോൾ രാവിലെ മുതൽ 10 തൊട്ട് 12 വരെ ദേവസ്വം ഈ തന്ത്രി അടക്കം NS അടക്കം വാദിച്ച കാര്യങ്ങളൊന്നും ഒക്കെ പ്രസക്തമല്ല എന്നാണോ? പൂർണ്ണമായും മനസ്സിലാവും. ഈ ആദ്യത്തെ പരാശരൻ്റെ വാദം ഒഴിച്ച്, പരാശരൻ മാത്രമാണ് അതിൻ്റെ ആർട്ടിക്കിൾ 15 ഒരു വാദം കൊണ്ടുവന്നത്. അതല്ലാതെ ബാക്കി എല്ലാ വക്കീലന്മാരും എടുത്തത് പഴയ ലീഗൽ റൈറ്റ്, DTയുടെ ലീഗൽ റൈറ്റ്, അങ്ങനെയുള്ള നൈഷ്ഠിക ബ്രഹ്മചര്യം, ഇങ്ങനെയുള്ള വാദങ്ങളാണ്. ഈ കഴിഞ്ഞ 12 വർഷം നമ്മൾ കേട്ടത് ഇതേ വാദങ്ങൾ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ ഉള്ളിലിരിക്കുന്നത് നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ, പിന്നെ ഇന്ദു മൽഹോത്രയുടെ ഡിസെൻറ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ കുറേ പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് അവർ വീണ്ടും കോടതിയെ ധരിപ്പിച്ചു എന്നുള്ളതല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് അതിനെ റേസ് ചെയ്യാനും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഗ്രേവ് എറർ ഈ ഇൻ്റർപ്രിട്ടേഷൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പരാശരൻ്റെ വാദത്തോട് നരിമാൻ തന്നെ അദ്ദേഹം പറഞ്ഞു ആർട്ടിക്കിൾ 15 രണ്ടാമത്തെ ക്ലോസാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ അഡീഷണലായിട്ടൊരു പോയിന്റ് എന്താണ് അഡീഷണൽ താങ്കൾക്ക് പറയാൻ കഴിയുമോ? എന്താ ഇവർ അഡീഷണലായിട്ട് റേസ് ചെയ്ത പോയിന്റ് എന്ന്? ഇല്ല, അഡീഷണലായിട്ട് പോയിന്റ് റേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അഡീഷണലായിട്ട് നമുക്ക് നോക്കുന്ന സെൻസിബിളായിട്ടൊരു പോയിന്റ് ഉണ്ടെങ്കിൽ റേസ് ചെയ്യുമെന്നാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തന്നെ പറഞ്ഞത്. അപ്പം അതിന് നമ്മൾ വസ്തുതാപരമായി കാണുകയാണെങ്കിൽ ഇവർ അഡീഷണലായിട്ടൊന്നും റേസ് ചെയ്തിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ അംഗീകരിക്കുന്നൊരു കാര്യമാണ്, ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ഇമോഷണലി ഇതിനകത്ത് ബാങ്ക്രപ്റ്റ് ആയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് എല്ലാം കോടതി അംഗീകരിച്ചോളണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ശ്രീമതി പി ഗീത, ഈ പൂർണ്ണമായും ഇത്തരത്തിൽ ലാൽകുമാർ പറഞ്ഞതുപോലെ ഇതുവരെ ഉന്നയിച്ച വാദങ്ങളൊന്നും കോടതിയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം തിരുത്തത്തക്കതല്ല, പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ അംഗീകരിക്കത്തക്കതല്ല എന്ന് തന്നെയാണോ ഗീതയുടെ അഭിപ്രായം? അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുവരെ കേട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഈ പറയുന്നത് പോലെ ഇപ്പൊ ഉണ്ടായ വിധി നിർണയത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ ആ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയോ ഒന്നും തന്നെ ഇപ്പൊ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണോ നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു ഭരണഘടനാപരമായിട്ടുള്ള വിഷയം, ഒരു ആർക്കെങ്കിലുമുള്ള ഒരു അവകാശ ലംഘനം ഈ വിധിയിലുണ്ട് എന്ന് വ്യക്തമാക്കാൻ
വ്യക്തമാക്കാൻ ഇപ്പൊ കേട്ടിട്ടുള്ളിടത്തോളം വാദങ്ങൾക്ക് സാധ്യമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പരിമിതമായ അറിവാണ് ഇക്കാര്യത്തിൽ, എന്റെ തോന്നൽ അങ്ങനെയാണ്. ഇപ്പൊ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം അത് ആരുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പ്രതിഷ്ഠയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. ഈ പ്രതിഷ്ഠയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം ആരാണ് പ്രതിഷ്ഠ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അയ്യപ്പനാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ അവിടുത്തെ പ്രതിഷ്ഠ ധർമ്മശാസ്താവാണ് ആയിരുന്നു. അപ്പൊ 2 വർഷം മുമ്പ് അയ്യപ്പൻ എന്ന് ഉള്ള പേര് മാറ്റുന്ന സന്ദർഭത്തിൽ ഇവർക്ക് ആചാരങ്ങളും ഒന്നും ബാധകമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അയ്യപ്പൻ എന്നുള്ള നൈഷ്ഠിക ബ്രഹ്മചാരി, അതായത് അയ്യപ്പൻ എന്നുള്ള ബ്രഹ്മചാരി ധർമ്മശാസ്താവിൽ ലയിക്കുമ്പോഴാണ്, ധർമ്മശാസ്താവ് ബ്രഹ്മചാരി അല്ല, ധർമ്മശാസ്താവിൽ ലയിക്കുമ്പോഴാണ് ആ പ്രതിഷ്ഠ ഉണ്ടാവുന്നത്. അപ്പൊ ധർമ്മശാസ്താവാണ് ഉണ്ടാവുക, അയ്യപ്പനല്ല ഉണ്ടാവുക. അപ്പൊ ഈ ഒരു മൗലികമായിട്ടുള്ള കാര്യത്തെ പോലും, അതായത് ഈ മൂർത്തിയിൽ ഒരു വിശ്വാസി ലയിക്കുമ്പോൾ അവശേഷിക്കുന്നത് മൂർത്തിയാണ്, വിശ്വാസി അല്ല എന്നുള്ള ഒരു മിനിമം ലോജിക്കിൽ പോലും നിൽക്കാത്ത വാദങ്ങളാണ് ഇവര് ഉന്നയിക്കുന്നതായിട്ട് പറയുന്നതായിട്ടും ഒക്കെ തോന്നുന്നത്. ഇപ്പൊ ഇവിടെ ഈ നാമജപക്കാരുടെ ഭാഗമായിട്ട് അവരെ ഇറക്കിയിട്ടുള്ള ഒരു വലിയ ടീം ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങൾ തന്നെയാണ് അവരവരുടെ പേരിലുള്ള വാദങ്ങളായിട്ട് ഉന്നയിക്കപ്പെട്ടതിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഈ ചാനലിലൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 മണി മുതൽക്ക് ഞാൻ ഈ ചാനലിലുണ്ട്. ആ 10 മണി മുതൽക്ക് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള വിധിയെ മാറ്റി തീർക്കത്തക്ക വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. എന്തായാലും ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെ വെച്ചതിൽ അഭിനന്ദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവർക്ക് അതായിരുന്നില്ല നിലപാടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടത് തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കാലോചിതമായിട്ട് അങ്ങനെ ഒരു നിലപാട് മാറ്റാൻ അവർക്ക് സാധ്യമായി എന്നുള്ളത് തീർച്ചയായിട്ടും പുരോഗമനപരമാണ്, തീർച്ചയായിട്ടും ആശാവഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ് കോടതി തീർച്ചയാക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും കോടതി പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത ഈ പറഞ്ഞതിൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ KP അഭിലാഷ് തന്നെ നൽകും എന്ന് കരുതാം. കാരണം ബെഞ്ചിന്റെ സിറ്റിംഗ് 2 മണിക്ക് ആരംഭിച്ചു. ഇപ്പോൾ 24 മണിക്കൂറായി ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകന്റെ വാദം തുടരുകയാണ്. സർക്കാർ നിലപാടിന് അനുകൂലമായി തന്നെയാണ് ദേവസ്വം ബോർഡ് അഭിഭാഷകൻ വാദിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ തക്ക കാരണമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തുല്യതയാണ് ഇവിടെ കോടതി കണക്കിലെടുത്തത് എന്ന് പറയുമ്പോൾ അത് സർക്കാർ നിലപാടിനൊപ്പം ആകുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതും ഈ ദേവസ്വം ബോർഡ് നിലപാട് എന്തായിരിക്കും ഈ വിഷയത്തിൽ. ആദ്യഘട്ടത്തിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഭക്തർ വിശ്വാസികൾ പ്രതിഷേധവുമായി ഇറങ്ങിയപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഭക്തർക്കൊപ്പമാണെന്ന് പലതവണ പറയുമ്പോഴും ഇപ്പോൾ കോടതിയിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഈ ഘട്ടത്തിൽ. KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, തുടരാം. എന്താണ് ദേവസ്വം ബോർഡിന്റെ പുതിയ വാദങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്? നല്ല ഫ്ലോ ആണ്. രഞ്ജിത്ത്, ഈ വിവരം പങ്കുവെക്കുമ്പോൾ പ്രേക്ഷകരോട് വളരെ കൃത്യമായി പറയേണ്ടത്, അതായത് പുനഃപരിശോധനാ ഹർജി പരിശോധനയ്ക്ക് വരുന്നു, പുനഃപരിശോധനാ ഹർജി പരിഗണിക്കേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുമ്പോൾ ഓരോ കക്ഷികൾക്കും വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ കോടതിയിൽ പറയുന്ന വാചകങ്ങൾ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. NSSന് വേണ്ടി K. പരാശരൻ മുതിർന്ന അഭിഭാഷകൻ ഹാജരായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായിക്കൊണ്ടിരിക്കുന്ന അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ വിധിയെ എതിർക്കുന്നവരാണെങ്കിലും അനുകൂലിക്കുന്നവരാണെങ്കിലും വിധി അംഗീകരിച്ച് മതിയാകൂ എന്ന പരാമർശം നടത്തിയപ്പോൾ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇതിൽ ഇടപെടുകയും ആയിരുന്നില്ലല്ലോ അതായത് ബോർഡിന്റെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്ത നിലപാട് ആയിരുന്നില്ലേ ദേവസ്വം ബോർഡിന്റേത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് തന്നെയാണ്, അഭിഭാഷകൻ തന്നെയാണ് വ്യക്തമാക്കിയത്, ഇപ്പോൾ സർക്കാർ നിലപാടും ദേവസ്വം ബോർഡും നിലപാട് ഒന്നാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ എന്നതാണ് ശബരിമല വിധിയുടെ അന്തസത്ത. ഇതാണ് സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയിട്ടുണ്ട്. ആ നിലപാട് മാറ്റിയ കാര്യം വേണമെങ്കിൽ അപേക്ഷയായി തന്നെ നൽകാം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണമല്ല, മറിച്ച് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ തന്നെയാണ് ബോർഡ് സുപ്രീം കോടതി വിധിയെ മാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് യുവതികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു, ദേവസ്വം ബോർഡ് മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലപാട് മാറ്റിയിട്ടുണ്ട്. ആ നിലപാട് മാറ്റം ആവശ്യമാണ് എങ്കിൽ
ഉണ്ടെങ്കിൽ അപേക്ഷയായി തന്നെ ഫയൽ ചെയ്യാം എന്നുകൂടി ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ പറയുന്നു. അവിടെയാണ് ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി എന്ന കാര്യം അഭിഭാഷകൻ സമ്മതിക്കുന്നത്. മറിച്ച് ഇതൊരു നിരീക്ഷണമായല്ല നമുക്ക് കണക്കാക്കേണ്ടത്. അതോടൊപ്പം തന്നെ NSSന് വേണ്ടി വാദിച്ച കെ പരാശരൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന തരത്തിലുള്ള പരാമർശം കൂടിയാണ് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. NSS വാദത്തെ എതിർത്തുകൊണ്ട് ബോർഡ് രംഗത്തെത്തുമ്പോൾ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് എതിരായ പരാശരന്റെ വാദങ്ങൾ ഒന്നും അംഗീകരിക്കരുത് എന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അക്കീരമൺ, ദേവസ്വം ബോർഡിന്റെ വാദം അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കരുതപ്പെട്ടിരുന്നത്. ഭക്തർക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് ഇപ്പോൾ സർക്കാരിനൊപ്പമാണ് കോടതിയിൽ. ഈ വിധി അത് പുനഃപരിശോധിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇത് തുല്യത ഉറപ്പാക്കുന്ന വിധിയാണ് എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു വെക്കുകയാണ് സുപ്രീം കോടതി. അത് ശരിക്കും പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഒരു രാഷ്ട്രീയം പറയുകയാണ് അവര്. ദേവസ്വം ബോർഡിന്റെ ദേവന്റെ വിഷയമോ ക്ഷേത്ര വിഷയമോ അല്ല അവർ പറയുന്നത്. അവരിപ്പോ പറയുന്നത് അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാണ് അവർ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷേത്ര ആചാരത്തെ അല്ല അവർ ഗവനിച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ഇന്ദു മൽഹോത്ര പറഞ്ഞത്, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞ വളരെ കൃത്യമായ കാര്യമാണ്. അവര് മുമ്പെടുത്ത നിലപാടിന് വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസം ആണ് ഇതിനകത്തൂടെ പ്രതിഫലിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരം സംരക്ഷിക്കേണ്ടതാണ്. അതിനുവേണ്ടി വിശ്വാസികളുടെ നിലപാടെടുക്കേണ്ട ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ മാറ്റി മറിച്ച് പറയുന്നത് തനി രാഷ്ട്രീയം അവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശബരിമല ആചാരങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ആചാരങ്ങളെ കുറിച്ച് മനസ്സിലാവില്ല നടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അഖിലമൺ, ഇതുവരെ ഇപ്പോൾ ഏതാണ്ട് 2-3 മണിക്കൂറായി വാദഗതികൾ അവിടെ നടക്കുകയാണ്. പ്രധാനപ്പെട്ട ഇപ്പോൾ NSS ആയാലും യോഗക്ഷേമ സഭയടക്കം ബ്രാഹ്മണ സഭയടക്കം വാദങ്ങൾ അവിടെ അറിയിച്ചു കഴിഞ്ഞു, തന്ത്രി അടക്കം. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് ഈ വിധി പുനഃപരിശോധിക്കണം എന്ന രീതിയിൽ കൃത്യമായ ഒരു കാര്യം അവതരിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. പഴയ കാര്യങ്ങൾ മാത്രം വീണ്ടും കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഒരു പുനഃപരിശോധന ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ അനുകൂല തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന വാദവും ഉയരുന്നുണ്ട്. അല്ല, അതിന്റെ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയുമല്ലോ, അങ്ങനെയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയത്തെ കുറിച്ചൊരു ധാരണ അവർക്കുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എതിർപ്പ് പലരും പറയും, പക്ഷെ അവിടെ ആശയപരമായി നമ്മുടെ പിന്നെ ഓരോ മതങ്ങളുടെയും വിശ്വാസത്തെയോ ആചാരത്തെയോ സംരക്ഷിക്കേണ്ട ബാധ്യതയും കൂടി ഉണ്ട് എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് ഇവിടെ ശബരിമല ദർശനം നടത്തിയത് വിശ്വാസികളാണ് എന്ന് വിശ്വസിക്കാൻ വയ്യ. കാരണം വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കണം എന്നാണല്ലോ കോടതി അന്ന് പറഞ്ഞത്, അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നത് ആക്ടിവിസ്റ്റുകളാണ്, പിന്നെ ഫേബ്രിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ കയറി എന്നുള്ള പറച്ചിലുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് നമുക്കിപ്പോ സുപ്രീം കോടതി വിധി ഉടനെ വരുമല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഭരണഘടനാ ബില്ലിന്റെ ഇപ്പോഴത്തെ ചർച്ചയുടെ തീരുമാനം ഉടനെ ഇന്നോ നാളെ ഉണ്ടാകുമല്ലോ. അതുവരെ കാത്തിരിക്കാം. പിന്നെ ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ അവിടുത്തെ സങ്കല്പങ്ങൾ നമ്മൾ മാനിക്കപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് തന്ത്രി പറഞ്ഞതും വാസ്തവമാണ്. തന്ത്രി പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ആൾക്കാർ അവരതിന്റെ ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാകാത്തത് കോടതിക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. മനസ്സിലാവില്ലെന്ന് നടിക്കുന്നത് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ശബരിമല ചൈതന്യം ഈ വിഷയത്തിൽ ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ പോകണമെന്നും ഇത് അനുകൂലമായി തീരാൻ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി ശ്രീ അക്കീരമൺ. ശ്രീ ലാൽകുമാർ, ഈ സ്ത്രീകൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലുണ്ടായ ആശയക്കുഴപ്പം അതും ഈ ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും കോടതിയിൽ 51 പേര് എന്ന് പറഞ്ഞൊരു കണക്ക് വെക്കുന്നു, നിയമസഭയിൽ മന്ത്രി മറ്റൊരു കണക്ക് പറയുന്നു. അപ്പോൾ കൂടുതൽ പേരെ കയറ്റി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വല്ലാത്തൊരു ശ്രമം നടത്തുകയായിരുന്നു സർക്കാർ. അതിൽ അവർക്ക് വലിയ തോതിലുള്ള അബദ്ധവും സംഭവിക്കുകയായിരുന്നു. അത് കൂടുതൽ പേരെ കയറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ഗെയിൻ അവർക്ക് ഉണ്ടാകാൻ പോവുക? 2 പേരെ കയറ്റിയതിൻ്റെ വിഷ്വൽസ് അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഇവർ പറഞ്ഞു വരുന്ന വാദം എന്താ? നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ സാധനം. അതിനകത്തിപ്പോൾ ഒരാൾ കയറിയാൽ മതി, അതിനകത്തിപ്പോൾ 52 പേര് കയറേണ്ടതൊന്നുമില്ല. അവിടെ സത്യം പറഞ്ഞാൽ പറ്റിയതൊരു ടെക്നിക്കൽ പ്രോബ്ലമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് ഞാൻ പറയുന്നത് തെറ്റാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ സുമതി എന്നൊരു പേരിട്ട് ഇപ്പം 30 വയസ്സുള്ള ആളാണെന്ന് പറഞ്ഞ് ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് കയറി എന്നുള്ള ധാരണ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ആധാർ നമ്പർ അനുസരിച്ച് എൻ്റെ പേര് മാറ്റി കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. അത് സർക്കാർ
ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാർ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് അവർക്ക് അവിടെ വന്നത് അവരത് ക്രോസ് ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാമായിരുന്നു. ആ ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ വല്ലാത്തൊരു ധൃതി പല കാര്യങ്ങളും. സ്ത്രീകളെ കയറ്റത്തിൽ അടക്കമുള്ള ധൃതി കാണിച്ചതുപോലെ വല്ലാത്തൊരു ധൃതി പല കാര്യങ്ങളിൽ കണക്ക് അവതരിപ്പിക്കുന്നതിലുമൊക്കെ ഇത്ര വലിയ ഒരു വിഷയം കോടതിയുടെ മുമ്പിലേക്ക് സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോകുന്നത് ഒന്ന് പരിശോധിച്ച് കൊടുക്കേണ്ടതായിരുന്നില്ലേ? അതിലൊക്കെ ഇത്ര ധൃതി എന്തിന് സർക്കാർ എന്നുള്ള കാര്യം സുപ്രീം കോടതിയുടെ വിധി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞാൽ ഈ ഇതിനിടയ്ക്ക് കയറി കഴിഞ്ഞാൽ ദേവന്റെ ചൈതന്യം അങ്ങ് തീർന്നു പോകും, ഈ സ്ത്രീകൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, ആ രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരൂടെ വെയിറ്റ് ചെയ്ത് ഈ സ്ത്രീകളെ ഇപ്പം കയറ്റണ്ടായിരുന്നല്ലോ. കോടതിയുടെ വിധി അവിടെ ഉണ്ടെങ്കിൽ അവിടെ കയറ്റാൻ പറ്റുമെങ്കിൽ അത് ഏത് സമയത്ത് വേണമെങ്കിൽ അവർക്ക് കയറ്റാം. അതേ അവർ ചെയ്തുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ വേണ്ടത് കയറ്റാനായിട്ട്. കോടതിയിൽ ഇത്തരം രേഖകൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ സത്യവാങ്മൂലം പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അവരെ ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. ദേ ഹാവ് വിഡ്രോൺ ഇറ്റ്, ഐ തിങ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് തെറ്റാണ്, അല്ലെങ്കിൽ ആരാ ശരിയാന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തിടുക്കം പിടിച്ച് കയറ്റി ആ വാദത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. കോടതി വിധി നീക്കുമ്പോൾ കയറാം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം കൺസെൻസസോട് കൂടി മാത്രമേ കയറ്റാൻ പറ്റൂ. NSSനോട് ചോദിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടും ചോദിച്ചും ഒന്നും ആയില്ല. സർക്കാർ ഇഷ്ടമുള്ളപ്പോൾ കയറ്റാൻ പറ്റും. അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവർ കയറ്റി, അത്രേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കണക്കുകളിലൊക്കെ സംഭവിച്ചത് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ അബദ്ധമാണ്. അത് ഞാൻ സമ്മതിച്ചില്ല, കൺസീഡ് ചെയ്തില്ലേ? അത് ഉറപ്പായിട്ട് ഒരു ക്രോസ് വെരിഫൈ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇവിടെ ഏതാണ്ട് ഒരു വലിയ സംഭവം നടന്നു എന്നൊന്നും ആരും കരുതണ്ട. കാര്യം 52 പേർക്ക് ഒരു കണക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റി. സത്യവാങ്മൂലം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ആദ്യം ഉമ്മൻചാണ്ടി സാർ കൊടുത്ത സത്യവാങ്മൂലം, VS അച്യുതാനന്ദൻ കൊടുത്ത സത്യവാങ്മൂലം, പിണറായി വിജയൻ്റെ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം, ഇതെല്ലാം വേറെയാണ്. സത്യവാങ്മൂലത്തിന് പോലും സത്യം പറഞ്ഞ ജാക്കിൻ്റെ വിലയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് രാഫേലുമായിട്ട് ബന്ധപ്പെട്ട് സത്യവാങ്മൂലം മോഡി സർക്കാർ കൊണ്ട് കൊടുത്തത്. അത് അതിനകത്ത് ഒരുപാട് കളികളുണ്ടെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സത്യവാങ്മൂലത്തിനൊന്നും വലിയ കഥയൊന്നുമില്ല. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയൊന്നുമില്ല കാര്യങ്ങൾ നീക്കുക. പക്ഷേ ഈ നമ്പർ, ഈ 52 എന്ന് പറയുന്ന നമ്പർ കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നതിന് മുമ്പ് അവർ കൃത്യമായിട്ട് ക്രോസ് വെരിഫൈ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തിരക്ക് എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാര്യം അവർക്ക് തന്നെ അബദ്ധമായി. ആരാ ഒരു അബദ്ധത്തിലേക്ക് ചാടാൻ ആരും താല്പര്യപ്പെടുമോ? അതിനെനിക്ക് തോന്നുന്നു ഒരു ശ്രദ്ധിക്കാതെ ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറൊന്നും അതിനകത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശരി, KP അഭിലാഷ് ദില്ലിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. അഭിലാഷ്, ഇത്തരത്തിൽ ഈ ദേവസ്വം ബോർഡിന്റെ വാദം പൂർത്തിയായി എന്ന് അറിയുന്നു. പൂർണ്ണമായും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു ദേവസ്വം ബോർഡ് കോടതിയിൽ. അത് അപ്രതീക്ഷിതമായിരുന്നു. പലപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയൊക്കെ നിലപാടുകൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടപ്പോൾ ഈ പ്രത്യേക സാവകാശ ഹർജിയൊക്കെ അവർ സമർപ്പിച്ച സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും സർക്കാർ അനുകൂലമായി നിൽക്കുന്നു, ഈ വിധിക്ക് അനുകൂലമായി ദേവസ്വം ബോർഡ് നിൽക്കുന്നു. എങ്ങനെ കാണണം? എന്താണ് ഏറ്റവും പുതിയ വാദങ്ങൾ? അവരുടെ വാദം അവസാനിച്ചല്ലോ. തീർച്ചയായും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകന്റെ വാദം അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം സംഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: ആൾക്കാരെ ഉൾക്കൊള്ളിക്കേണ്ട സമയമാണിത്. സമൂഹം മുന്നോട്ടാണ് പോകുന്നത്. ജൈവശാസ്ത്രപരമായ കാരണങ്ങളാൽ സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. സമൂഹത്തിന്റെ ഒരു മേഖലയിലും സ്ത്രീകളെ മാറ്റി നിർത്താൻ ആകില്ല. തുല്യത ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. 4 റിട്ട് ഹർജികളും നിലനിൽക്കുന്നതല്ല. പുനഃപരിശോധനാ ഹർജി നൽകിയവർക്ക് ഒരു കേസും പുതുതായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വാദത്തോടു കൂടിയാണ്, അതായത് സർക്കാരിന്റെ നിലപാടിനെയും ദേവസ്വം ബോർഡിനെ വേണ്ടിയിട്ട് പൂർണ്ണമായും പിന്തുണയ്ക്കുകയും അതോടൊപ്പം യുവതീ പ്രവേശനത്തെ 100% ശരിവെക്കുകയും ചെയ്യുന്ന വിധിപ്രസ്താവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സംഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഇപ്പോൾ കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടിയിട്ടുള്ള വാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടി ഇന്ദിരാ ജയ്സിംഗ് ആണ് വാദിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. ഇന്ദിരാ ജയ്സിംഗിന്റെ വാദം എന്തായിരിക്കുമെന്നത് ഏറ്റവും ശ്രദ്ധേയമായി ആളുകൾ കൂടി വീക്ഷിക്കുന്ന ഒന്നായതുകൊണ്ടാണ്. കനകദുർഗയ്ക്കും ബിന്ദുവിനും വധഭീഷണി ഉണ്ടായി എന്നാണ് അവർ കോടതിയിൽ പറയുന്നത്. സ്ത്രീകളെ മാറ്റി നിർത്താൻ ഇപ്പോഴും ശ്രമങ്ങൾ നടക്കുന്നു. കനകദുർഗയെയും ബിന്ദുവിനെയും നേരെ അവരെ കൊല്ലൂ എന്ന തരത്തിൽ പോലും ആളുകൾ ആർത്തു വിളിച്ചു എന്ന തരത്തിലുള്ള പരാമർശം കൂടി കോടതിക്ക് മുന്നിൽ ഉയർത്തി കാണിക്കുകയാണ്. ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയ നടത്തിയ കാര്യവും ഇന്ദിരാ ജയ്സിംഗ് പരാമർശിച്ചിരിക്കുന്നു. ശുദ്ധിക്രിയ നടത്തിയത് തൊട്ടുകൂടായ്മയുണ്ട് എന്നതിന്റെ തെളിവാണ്. നേരത്തെ രാവിലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോടതിയുടെ ഫോം ഓഫ് അൺടച്ചബിലിറ്റി, ഒരു തരത്തിലുള്ള തൊട്ടുകൂടായ്മ എന്നത് ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിലും നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ആ പരാമർശമടക്കം നീക്കേണ്ടതാണ്. ആ പരാമർശം ശരിയല്ല എന്ന തരത്തിലായിരുന്നു NSSന് വേണ്ടി വാദിച്ച K. പരാശരൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത് എങ്കിൽ ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നടത്തിയ ശുദ്ധിക്രിയ എന്നത് വളരെ കൃത്യമായ തൊട്ടുകൂടായ്മയുടെ ഉദാഹരണമായി മാറുന്നു. തൊട്ടുകൂടായ്മ എന്നത് നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് എന്നാണ് ഇന്ദിരാ ജയ്സിംഗ് പറയുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 17
ഈ കേസിലും ബാധകമാണ് എന്ന വിധിയിലെ നിഗമനം വളരെ കൃത്യമാണ് എന്ന് കൂടി പറയുന്നു. ഈ വിധിയുടെ അടിസ്ഥാനം എന്നത് തുല്യതയിൽ ഊന്നിയുള്ളതാണ് എന്നും പറയുന്നു. ശബരിമല പൊതുക്ഷേത്രമാണ് എന്നും അത് ആരുടെയെങ്കിലും കുടുംബക്ഷേത്രമല്ല എന്നും നിയമപരമായി സ്ത്രീകളെ ക്ഷേത്രപ്രവേശനത്തിൽ നിന്ന് വിലക്കാൻ സാധിക്കില്ല എന്നുകൂടിയാണ് കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടി ഹാജരാകുന്ന അഭിഭാഷക വ്യക്തമാക്കുന്നത്. സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ കയറണമെന്ന് തോന്നിയാൽ അത് തടയാൻ ആർക്കാണ് സാധിക്കുക? അത് തടയാൻ ആർക്കും സാധിക്കില്ല, കയറുക തന്നെ ചെയ്യും. അതാണ് ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത്. മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം കൂടി പരമപ്രധാനമാണ്. ദൈവത്തിന് മുന്നിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, ലിംഗസമത്വമാണ് ഉറപ്പാക്കുന്നത്. ദൈവം അങ്ങനെ ആരെയും മാറ്റി നിർത്തുന്ന ഒരു സമീപനമില്ല. പുരുഷന് പ്രത്യേകമായി പരിഗണന നൽകുക, സ്ത്രീക്ക് ആ പരിഗണന ഇല്ലായ്ക എന്ന തരത്തിൽ ദൈവത്തിന്റെ കോടതിയിൽ ഉണ്ടാകില്ല എന്ന് പറയാതെ പറയുന്നുണ്ട് ഇന്ദിരാ ജയ്സിംഗ്. അതോടൊപ്പം ഒരു കാര്യം കൂടി രഞ്ജിത്ത് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, നമ്മൾ നൽകുന്ന വാർത്തയിൽ ഉടനീളം രാവിലെ 10:30 മുതൽ ആരംഭിച്ച വാദത്തിൽ പങ്കെടുത്ത അഭിഭാഷകരുടെ, അതായത് കോടതിക്ക് മുന്നിൽ നേരിട്ട് വാദമുഖങ്ങൾ ഉയർത്തിയ അഭിഭാഷകരുടെ വാക്കുകൾ മാത്രമാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അവിടെ കെ പരാശരനെ പോലെ മുതിർന്ന അഭിഭാഷകർ, അദ്ദേഹത്തിന്റെ മകൻ മോഹൻ പരാശരൻ ഉണ്ടായിരുന്നു, വി ഗിരി ഉണ്ടായിരുന്നു, മനു അഭിഷേക് സിംഹി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു നിരയുണ്ടെങ്കിൽ മറ്റു ചില അഭിഭാഷകർക്ക് വാദമുഖങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചില്ല. അവരോട് അവരുടെ വാദങ്ങൾ എഴുതി നൽകാൻ കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അഭിലാഷ്, കാര്യങ്ങൾ വരുന്നത് 3 മണിക്ക് കോടതിയുടെ വാദങ്ങൾ അവസാനിക്കും. അതിന് ഏതാണ്ട് 20 മിനിറ്റ് മാത്രം ബാക്കി. മറ്റ് വാദങ്ങൾ, ഈ മറ്റ് അഭിഭാഷകരുടെ വാദങ്ങൾ കോടതിക്ക് എഴുതി ലഭിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. അത് കൂടുതൽ വാദം കേൾക്കാനായി പരിശോധിക്കാനൊക്കെയായി കോടതി മാറ്റിവെക്കുക. അത്തരത്തിൽ തന്നെയല്ലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? തീർച്ചയായും പുനഃപരിശോധന ഹർജി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭിഭാഷകർക്ക് പോലും പൂർണ്ണമായും വാദിക്കാനുള്ള സമയം ലഭിച്ചില്ല. 10:30 ആരംഭിച്ച കോടതി 12:30 വരെയായിരുന്നു സമയം അനുവദിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ സമയം, ഏതാണ്ട് 35 മിനിറ്റോളം കെ പരാശരനാണ് അനുവദിച്ചത്. മറ്റുള്ളവരോട് വളരെ പെട്ടെന്ന് സംഗ്രഹിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു, ഉപസംഹരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി 12:30 വരെയാണ് പുനഃപരിശോധന ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭിഭാഷകർക്ക് സമയം നൽകിയത്. ഏറ്റവും ഒടുവിൽ അഭിഭാഷകർ തങ്ങൾക്ക് സംസാരിക്കാൻ, വാദിക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത് ഇത് നിങ്ങൾ എഴുതി നൽകൂ എന്നുള്ളത്. സ്വാഭാവികമായും ആ എഴുതി നൽകപ്പെടുന്ന വിവരങ്ങളിൽ പ്രധാനപ്പെട്ട വസ്തുതകളോ പോയിന്റോ ഉണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പോലും പറഞ്ഞു, കെ പരാശരൻ മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞത്. അനുച്ഛേദം 15, 25, 26, 17 എന്നിവ തമ്മിൽ പൂരകങ്ങളാണ്, അവയെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്, അത് ബന്ധിപ്പിച്ചത് ശരിയായില്ല എന്ന തരത്തിലൊക്കെയുള്ള ഏക പരാമർശം കെ പരാശരന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഉണ്ടായത് എന്ന നിഗമനത്തിൽ ഈ ചർച്ചയിൽപ്പെട്ടവർ എത്തുമ്പോഴും മറ്റുള്ളവർ നൽകിയിട്ടുള്ള, എഴുതി നൽകിയിട്ടുള്ള വാദങ്ങളിൽ പ്രസക്തമായ വാദഗതികൾ ഉണ്ടായെങ്കിൽ, ഈ വിധി പ്രസ്താവത്തിലെ പിഴവുകൾ ആ എഴുതി നൽകിയതിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി കോടതി പരിഗണിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അത്തരം വാദങ്ങൾ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും 3 മണിക്കുള്ളിൽ ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, വാദത്തിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര തന്നെയാണ് തിരുവിതാംകൂർ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഇത്തരം വിവരങ്ങൾ കൂടി ശേഖരിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് 3 മണിക്കുള്ളിൽ സാധ്യമാകില്ല എന്ന് തന്നെയാണ് നമുക്കൊരു പൊതു നിരീക്ഷണത്തിലേക്ക്, ഞാൻ ഉറപ്പിച്ചു പറയുകയല്ല, മറിച്ച് ഇപ്പോൾ നമുക്ക് നിയമവിദഗ്ധരിൽ നിന്നുകൂടി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 3 മണിക്കുള്ളിൽ ഒരുപക്ഷെ വാദം പൂർത്തിയായേക്കാം. അതല്ല എങ്കിൽ വീണ്ടും ഈ വിഷയത്തിൽ വാദം തുടരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ നൽകിയിട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച ഒരു അന്തിമമായ തീരുമാനം ഇന്ന് ഉണ്ടാകില്ല എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ സാധിക്കുന്നത്. കാരണം വാദം 3 മണി വരെയാണ് ബെഞ്ച് സിറ്റിംഗ് ഉള്ളൂ എന്നത് നമുക്കറിയാം. മറ്റ് എഴുതി നൽകപ്പെട്ട ഡോക്യുമെന്റുകളുണ്ട്, ഇനി നൽകണമെന്നാവശ്യപ്പെട്ട ഡോക്യുമെന്റുകളുണ്ട്. ഇതുകൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കാം കോടതി ഈ പുനഃപരിശോധനാ ഹർജികളിന്മേൽ ഈ ഹർജികൾ നിലനിൽക്കുമോ, ഈ ഹർജികൾ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. അതിനപ്പുറം ഇന്ന് 3 മണിക്കുള്ളിൽ ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം, പുനഃപരിശോധനാ ഹർജികൾ തള്ളുന്നുവെന്നോ പുനഃപരിശോധനാ ഹർജികൾ ഉൾക്കൊള്ളുന്നുവെന്നോ തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇനി ഏതാണ്ട് 19 മിനിറ്റ്, 20 മിനിറ്റ് പോലും ഇനി വാദം പൂർത്തിയാകാനില്ല. അതിനുള്ളിൽ എല്ലാവർക്കും അവരുടെ കൃത്യമായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിക്ക് ഒരു കൺക്ലൂഷനിലേക്ക് 5 ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഭരണഘടനാ ബെഞ്ചാണ്. അവർ ഒരു ഏകാഭിപ്രായത്തിലേക്കോ അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് തിരിച്ചു വരാം. അഭിലാഷ്, ഇന്ന് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി അഭിഭാഷകർ എഴുതുന്നതിൽ നിന്നടക്കം മറ്റു രേഖകളടക്കം
ജഡ്ജിമാർ ആവശ്യപ്പെട്ട രേഖകൾ അടക്കം കോടതിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. രാഹുൽ ഈശ്വർ, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും, നിങ്ങളെപ്പോലെയുള്ള വിശ്വാസികളൊക്കെ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന സൂചനയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഇതുവരെ കോടതിക്ക് മുന്നിലെത്തിയ വാദമുഖങ്ങൾ അത് ഈ പുനഃപരിശോധനാ ഹർജി അനുവദിക്കാൻ പ്രാപ്തമായതാണോ? അല്ല എന്നാണ് ഭൂരിഭാഗം വാദങ്ങളും ഉയരുന്നത്. നേരത്തെ കോടതിക്ക് മുന്നിലെത്തിയ കാര്യങ്ങൾ തന്നെയാണ്, കൂടുതൽ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് രാഹുലിന്റെ അഭിപ്രായം? അല്ല, തീർച്ചയായും അങ്ങനെയല്ല. അതിശക്തമായി തന്നെ വേണ്ട രീതിയിൽ DT's റൈറ്റ് പരിഗണിക്കപ്പെട്ടില്ല. അമ്പലം ഒരു പൊതു സ്ഥലമല്ല, പകരം പൊതു ആരാധനയ്ക്കുള്ള വിശ്വാസികളുടെ സ്ഥലമാണ് എന്ന കാര്യം, അമ്പലത്തിന്റെ അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അതൊരു സയൻസ് മ്യൂസിയം അല്ല തുടങ്ങിയ കാര്യങ്ങളടക്കം വ്യക്തമായി തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലുള്ളത് ഒരു പ്രായ നിയന്ത്രണമാണെന്ന് സൂചിപ്പിക്കാൻ, അതൊരു ലിംഗവിവേചനമല്ല സൂചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പമാണ്, ശബരിമലയോടൊപ്പമാണ്. ഇന്ത്യയിലെ 2 പ്രധാന പാർട്ടികൾ, ഒരു സെന്റർ റൈറ്റിൽ നിൽക്കുന്ന BJPയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, സെൻട്രൽ ലെഫ്റ്റിൽ നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. ലോകാരാധ്യനായ ശശി തരൂർ സാറിനെ പോലുള്ള ഇന്റലക്ച്വൽസ് അടക്കം ഈ വിഷയത്തിന്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞ് ഇന്ന് ശബരിമലയെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. ഒന്നെങ്കിൽ കോടതി വഴി, അല്ലെങ്കിൽ ഒരു ഓർഡിനൻസോ നിയമനിർമ്മാണം വഴി ശക്തമായി ഈ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോകും. NSS, RSS, ഹിന്ദു പ്രസ്ഥാനങ്ങൾ, എല്ലാവിധ സംഘടനകളും ഈ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ള ആൾക്കാർ വിശ്വാസത്തോടൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും ഈ പോരാട്ടം ഒരു വഴിയിൽ നിയമ പോരാട്ടവും മറുവഴിയിൽ ഓർഡിനൻസോ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമായിട്ട് പോകും. സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ തന്നെ 13 വരെ സഭയുണ്ട്, അതിനുശേഷം ഓർഡിനൻസിന്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മാർച്ചിന് മുമ്പ്, ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പ് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രാഹുൽ, അപ്പോഴും ഈ ദേവസ്വം ബോർഡിന്റെ നിലപാട്, നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റടക്കം പല ഘട്ടങ്ങളിലും വിശ്വാസികൾക്കൊപ്പമാണെന്ന് പലതവണ പറഞ്ഞിട്ടും കോടതിയിൽ പൂർണ്ണമായും സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഈ വിധി പുനഃപരിശോധിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ അസന്നിഗ്ധമായി വ്യക്തമായി കഴിഞ്ഞു. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് നിലപാടിനെ രാഹുൽ കാണുന്നത്? ദേവസ്വം ബോർഡ് ഭക്തരെ വഞ്ചിച്ചു. അയ്യപ്പന്റെ കാശെടുത്താണ് ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത്. ശബരിമലയാണ് 1248 അമ്പലങ്ങളിൽ 1100-ഓളം ഫണ്ട് ചെയ്യുന്നത്. അയ്യപ്പന്റെ കാശെടുത്ത് അയ്യപ്പനെതിരെ വാദിക്കുക എന്ന ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമാണ് ഇന്ന് കണ്ടത്. ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത രേഖയായി ഇത് കിടക്കും. അയ്യപ്പന്റെ കാശെടുത്ത് അയ്യപ്പനെതിരെ വാദിക്കുന്നു എന്ന ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. നമുക്കെല്ലാം അറിയാം, രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ്. പത്മകുമാർ സാർ അടക്കമുള്ളവർ വിശ്വാസികളാണ്, എന്റെ വീട്ടിൽ നിന്ന് ആരും പോകില്ല എന്ന് പറഞ്ഞതടക്കം നമുക്കറിയാം. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം, നിരീശ്വരവാദികളുടെ സമ്മർദ്ദത്തിൽ ദേവസ്വം ബോർഡ് ശബരിമലയ്ക്കെതിരെ അയ്യപ്പനെതിരെ വാദിച്ചതാണ്. അത് ദേവസ്വം ബോർഡുകളുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി എല്ലാ കാലത്തും നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്ന, വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് ദൗർഭാഗ്യവശാൽ സ്വീകരിച്ചത്. KP അഭിലാഷ് ഒരിക്കൽ കൂടി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. അഭിലാഷ്, ഇപ്പോൾ ബിന്ദുവിന്റെയും കനകദുർഗയുടെയും അഭിഭാഷകന്റെ വാദം നടക്കുകയാണ് എന്ന് കരുതുന്നു. ഇതോടുകൂടി ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമോ? മറ്റാരെയെങ്കിലും അഭിഭാഷകരെ വാദത്തിനായി അനുമതി നൽകാൻ സാധ്യതയുണ്ടോ? 3 മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതി പിരിയാനല്ലേ സാധ്യത? തീർച്ചയായും 3 മണി വരെ മാത്രമാണ് സിറ്റിംഗ്. അതിനുശേഷം ആർക്കും സമയം അനുവദിക്കുവാനുള്ള ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. രാവിലെ വാദം തുടങ്ങിയപ്പോൾ തന്നെ കോടതിയുടേത് വിലപ്പെട്ട സമയമാണ്. അതുകൊണ്ട് തന്നെ വസ്തുതകൾ മാത്രമേ കോടതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ സമയം കളയരുത്. ഇത്രയധികം ഹർജികൾക്ക്, 56 പുനഃപരിശോധനാ ഹർജികൾക്കും ഏക സ്വഭാവമാണല്ലോ ഉള്ളത് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സമയനിഷ്ഠയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോടതി തയ്യാറാകും എന്ന് നമുക്ക് കരുതാനാകില്ല. 3 മണിക്ക് തന്നെ സിറ്റിംഗ് അവസാനിക്കുവാനാണ് സാധ്യത. എന്തായാലും ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടിയുള്ള വാദം ഇപ്പോഴും, ഇന്ദിരാ ജയ്സിംഗിന്റെ വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ലിംഗവ്യത്യാസമില്ല, സ്ത്രീകളും വ്യക്തികളാണ്. ബിന്ദു ദളിതയാണ്. ബിന്ദുവിന്റെ അമ്മയ്ക്ക് വധഭീഷണി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മനസാക്ഷിക്ക് തോന്നിയാൽ എന്നെ ആർക്കും തടയാൻ സാധിക്കില്ല. ആ നിലയിൽ തന്നെയാണ് ബിന്ദുവിന് ശബരിമലയിൽ പോകണമെന്ന്, കനകദുർഗയ്ക്കും പോകണമെന്ന് തോന്നിയത്. ആ നിലയിലാണ് ഇരുവരും ശബരിമലയിൽ പോയത്. എന്നാൽ അവിടെ നടന്ന ശുദ്ധിക്രിയയിൽ നിന്ന് വ്യക്തമാകുന്നത്
പറയുന്നത് സ്ത്രീകൾ മലിനിയാണ് എന്നുള്ളതാണ്. ഈ ശുദ്ധിക്രിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയത്തിലേറ്റ മുറിവായി മാറി എന്നുകൂടിയാണ് ഇന്ദിരാ ജയ്സിംഗ് പറയുന്നത്. ഇന്ദു മൽഹോത്രയുടെ വിയോജനക്കുറിപ്പിനെ അംഗീകരിക്കുന്നതായും അവർ പറയുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം വിധിയാണ് പ്രാവർത്തികമാക്കേണ്ടത്. ഭൂരിപക്ഷ വിധിയാണ് നിയമമായി മാറിയിട്ടുള്ളത്. ആ നിയമം പാലിക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നാണ് ഇന്ദിരാ ജയ്സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ദിരാ ജയ്സിംഗ് സൂചിപ്പിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, സ്ത്രീകളും പുരുഷരും തുല്യരാണ് എന്നുള്ളതാണ്. അവിടെ ദൈവത്തിന് മുന്നിൽ മാത്രമല്ല ഒരിടത്തും അത്തരത്തിൽ വിവേചനം ഉണ്ടായിട്ടില്ല. അവർ കോടതിയോട് തന്നെ ചോദിക്കുന്നത് സ്ത്രീകൾ യുദ്ധത്തിന് പോയിട്ടില്ലേ എന്നുള്ളതാണ്. പുരുഷന്മാർ യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളും യുദ്ധത്തിന് പോയിട്ടില്ലേ? ചരിത്രത്തിൽ അങ്ങനെ ഇടം നേടിയിട്ടുള്ള നിരവധി സ്ത്രീകളുണ്ടല്ലോ. റസിയ സുൽത്താന അടക്കമുള്ളവർ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ചരിത്രത്തിൽ ഇടം നേടിയത് എന്നുകൂടി ഇന്ദിരാ ജയ്സിംഗ് പറയുന്നു. അക്രമം സ്ത്രീകളുടെ സ്വഭാവം അല്ല, അത് മറിച്ചായിരുന്നുവെങ്കിൽ, അതായത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിധി മറിച്ചായിരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള വിധിയായിരുന്നുവെങ്കിൽ പോലും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു അക്രമമോ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് സ്ത്രീകളുടെ സ്വഭാവം എന്നുകൂടി പറയുന്നു. പുനഃപരിശോധന ഹർജിയോ തിരുത്തൽ ഹർജിയോ നൽകുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടാവുക. അതായത് സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന തരത്തിൽ ആയിരുന്നു സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ ബെഞ്ച് വിധി പ്രസ്താവിച്ചത് എങ്കിൽ പോലും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത് പോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നത് പോലെ ഒരു അതിക്രമത്തിന് സ്ത്രീകൾ തയ്യാറാകുമായിരുന്നില്ല. മറിച്ച് നിയമപരമായി മാത്രമേ ഈ വിഷയത്തെ സ്ത്രീകൾ നേരിടുകയുണ്ടായിരുന്നുള്ളൂ. അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുന്നു. അതിന്റെ ഭാഗമായാണ് ശുദ്ധിക്രിയ നടന്നത്. സ്ത്രീകളെ അബലകളായും മലിനമാക്കപ്പെട്ടവരായും കാണുന്നു. അതിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്ക് നേരെ വലിയ വധഭീഷണി ഉൾപ്പെടെയുള്ളവ ഉയരുന്നത്. എന്നാൽ സ്ത്രീകളുടെ സ്വഭാവം ഇതല്ല. മറിച്ചൊരു വിധിയായിരുന്നുവെങ്കിൽ പോലും നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിയമത്തെ അനുസരിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുക മാത്രമായിരിക്കും തങ്ങൾ ചെയ്യുക എന്നുകൂടി പറയുന്നു. ഞങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണം, തങ്ങൾ ഇല്ലാതെ ക്ഷേത്രം സന്ദർശിക്കാൻ സൗകര്യം തടസ്സങ്ങൾ ഇല്ലാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ, അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ എതിർപ്പുകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന 10നും 50നും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു തടസ്സങ്ങളുമില്ലാതെ ക്ഷേത്രത്തിൽ പോകാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്നും വളരെ കൃത്യമായി തന്നെ ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ ഇന്ദിരാ ജയ്സിംഗിന്റെ വാദം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു, വാദം പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവർ ഉപസംഹരിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തടസ്സങ്ങളില്ലാതെ ക്ഷേത്ര ദർശനം. ദിനേശാണ് വാദഗതികൾ നിർത്തുന്നത്. തന്ത്രിക്കെതിരായ കോടതി അലക്ഷ്യ ഹർജിയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് വരാം. ലാൽകുമാർ, ഇത്തരത്തിൽ ഒരു ഓർഡിനൻസിന്റെ സാധ്യതയാണ് ഒരുപക്ഷെ സുപ്രീം കോടതി ഈ വാദഗതികളെല്ലാം തള്ളിയാൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അതിന് സർക്കാർ തയ്യാറാകുമോ? അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ പൊസിഷൻ. രാഹുൽ ഈശ്വർ അതിനെ ഒബ്ജക്റ്റ് ചെയ്ത് പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബ്രീച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഓർഡിനൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം സമത്വം, ഈക്വാലിറ്റി ഈസ് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബേസിക് സ്ട്രക്ചറിന് എതിരെ ഒരു ഓർഡിനൻസ് സ്റ്റാൻഡ് ചെയ്യില്ല. നിയമം വേണമെങ്കിൽ ഒരെണ്ണം പാസ്സാക്കുന്നത് തെറ്റില്ല, പക്ഷേ സ്റ്റാൻഡ് ചെയ്യില്ല, അത് പ്രയോജനപ്രദമാകില്ല. അതാണ് ആദ്യത്തെ വലിയ കാര്യം. പിന്നെ ഈ പറയുന്നത് പോലെ ഭരണഘടന അമെൻമെൻറ്റ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതും നടക്കില്ല. ബേസിക് സ്ട്രക്ചറിനെ എതിരായിട്ട് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിനെ ലംഘിക്കുന്ന രീതിയിൽ ഭരണഘടനയുടെ അമെൻമെൻറ്റും പറ്റില്ല എന്നുള്ളത് 1973 കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിട്ടുണ്ട്. ആ സെയിം ക്ലോസ് തന്നെയാണ് നമ്മളിപ്പം റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട, എക്കണോമിക് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻറ്റിൽ വരാൻ പോകുന്നത്. അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിഗണനയിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു ലോ ഒന്നും സ്റ്റാൻഡ് ചെയ്യില്ല, ഉറപ്പായിട്ടും സ്റ്റാൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ അറിയില്ല, ഇവർ പറഞ്ഞല്ലേ, ഇവർ ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞത് ലീഗൽ റൈറ്റ്, DTയുടെ ലീഗൽ റൈറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പ്രവേശനത്തിനെതിരെ ഒരു വിധി വരികയും സുപ്രീം കോടതി അങ്ങനെ വിധിക്കുകയാണെങ്കിൽ അംഗീകരിക്കുക. തീർച്ചയായിട്ടും സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഓണറബിൾ സുപ്രീം കോർട്ട്, ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം കോർട്ട്. അത് അംഗീകരിക്കാനുള്ള ബാധ്യത നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്, എനിക്കും നിങ്ങൾക്കുമുണ്ട്. എന്ന് പറയുന്നത് പോലെ ആദ്യം വന്ന വിധിയെ ഇവരെല്ലാം കൂടെ വഴിയിലിറങ്ങി എതിർത്തതുപോലെ എതിർക്കാതിരിക്കുക. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി നമ്മളിപ്പം വലിയ താമസമില്ലാതെ കാണാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന വിധിയെ എല്ലാവരും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ, ഈ പൊതുസമൂഹത്തിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ. ചുമ്മാ വഴക്കുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. സുപ്രീം കോടതിയുടെ ഇപ്പോൾ റിവ്യൂ ഹർജി എടുത്ത് അത് കഴിഞ്ഞാൽ
ഓർഡിനൻസും സ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ എന്നുള്ള ഒരു പെസിമിസ്റ്റിക് പൊസിഷനിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. വാദം പൂർത്തിയായിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി. ആർക്കു വേണ്ടിയാണ് കോടതി അലക്ഷ്യ ഹർജി എന്ന് ജസ്റ്റിസ് നരിമാൻ ചോദിച്ചിരിക്കുന്നു. കയറാനാകാതിരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണോ? അല്ല എന്നാണ് പി വി ദിനേശ് മറുപടി പറഞ്ഞത്. ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് വാദം പൂർത്തിയായി എന്ന് തന്നെയാണ്. രാഹുൽ ഈശ്വർ, ഒരു ഓർഡിനൻസിനുള്ള സാധ്യത പോലുമില്ല എന്നാണ് ലാൽകുമാർ പറയുന്നത്. രാഹുൽ ഈശ്വറിലേക്ക് വരാം. കെ പി അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി. അഭിലാഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ കോടതിയലക്ഷ്യം, തന്ത്രിക്കെതിരായ കോടതിയലക്ഷ്യത്തിലാണ് പി വി ദിനേശ് വാദിച്ചത്. അദ്ദേഹം പറഞ്ഞത് 10 വയസ്സുള്ള 10 അതിന് മുകളിലോ പ്രായമുള്ള ഒരു പെൺകുട്ടി ശബരിമലയിൽ പ്രവേശിച്ച അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചാര്യം ലംഘിക്കപ്പെടും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പനെ അപമാനിക്കലാണ്. അതായത് ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന വിശ്വാസികൾ അയ്യപ്പനെയാണ് എതിർക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശമാണ് എന്ന വാദമാണ് ഈ വിഷയത്തിൽ പി വി ദിനേശ് ഉന്നയിച്ചത്. ശുദ്ധിക്രിയ നടത്തിയത് കോടതിയലക്ഷ്യമാണ് എന്ന തരത്തിലുള്ള തന്ത്രിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്ന് എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പി വി ദിനേശിന് കൂടി സുപ്രീം കോടതിയിൽ വാദമുഖം ഉന്നയിക്കാൻ അവസരം കൊടുത്തത്. അതിന്റെ ഭാഗമായാണ് തെരുവിൽ ഇറങ്ങി പ്രതിഷേധിച്ചവർ, അതായത് കോടതി വിധിക്കെതിരെ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിച്ചവർ കോടതിയെ ആണ് അപമാനിച്ചത്, കോടതി വിധിയെ ലംഘിക്കുന്നു, പരമോന്നത കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെ ലംഘിക്കുകയാണ് ചെയ്തത് എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു നരിമാൻ ചോദ്യം. ഉത്തരവിനായി ഹർജികൾ മാറ്റി, വാദം പൂർത്തിയായി. വാദങ്ങൾ എഴുതി നൽകാൻ അഭിഭാഷകർക്ക് കോടതി നിർദ്ദേശം നൽകിയെന്ന ഏറ്റവും പുതിയ വിവരം. ഇന്ന് രാവിലെ 10:30 ആരംഭിച്ച വാദം ഏതാണ്ട് 35 മിനിറ്റോളം NSന്റെ അഭിഭാഷകൻ പരാശരന് അവസരം നൽകിയ ശേഷം മറ്റ് തന്ത്രിയുടെ അഭിഭാഷകരടക്കം 2-3 പേർക്ക് മാത്രം വാദത്തിന് അവസരം നൽകി. പിന്നീട് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ബിന്ദുവിന്റെയും അഭിഭാഷകരുടെ വാദം കേട്ടു. ഏറ്റവും ഒടുവിൽ കോടതി പരിഗണിച്ചത് തന്ത്രിക്കെതിരെയുള്ള കോടതി അലക്ഷ്യ ഹർജിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അഭിഭാഷകന്റെ വാദവും കേട്ട കോടതി ഉത്തരവിനായി ഹർജികൾ മാറ്റി എന്ന ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നു. സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ഇന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ല. കോടതിക്ക് മുന്നിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. വാദങ്ങൾ അഭിഭാഷകർ എഴുതി നൽകുന്ന വാദങ്ങളുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കോടതിക്ക് പരിശോധിക്കേണ്ട പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്തരവുണ്ടാകില്ല. ഇനി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്നത്തേക്ക് തീരുമാനമുണ്ടാകും. ഇനി കോടതിയിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. അതിന്റെ വാദങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കാം എന്ന് കരുതുന്നു. അഭിലാഷ് കേൾക്കാമെങ്കിൽ അഭിലാഷിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അഭിലാഷിലേക്ക് വരാം. ഇപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ രാഹുൽ ഈശ്വരോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ, എന്തായാലും ഇന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങളുടെ നെഞ്ചിടിപ്പിനൊക്കെ ഇനിയും മണിക്കൂറുകൾ ആയുസ് ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നൊരു പക്ഷേ തീരുമാനമുണ്ടായേക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തീരുമാനം മാറുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓർഡിനൻസിനുള്ള സാധ്യത കോടതിയുടെ വിധി എതിരായി വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ അത് എത്രത്തോളമുണ്ട്? അത് പൂർണ്ണമായി ഇല്ല എന്നാണ് ലാൽകുമാർ പറഞ്ഞു വെക്കുന്നത്. ശ്രീ ലാലിനോട് ശക്തമായി എന്നാൽ വിനീതമായി വിയോജിക്കുന്നു. ഓർഡിനൻസിന് പോസിബിലിറ്റി ഉണ്ട്, നിയമനിർമ്മാണത്തിന് പോസിബിലിറ്റി ഉണ്ട്. SC/ST ആക്ട് ഡയല്യൂട്ട് ചെയ്ത സുപ്രീം കോടതി വിധിക്കെതിരെ ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞു. ജല്ലിക്കെട്ട് ബാൻ ചെയ്ത വിധിക്കെതിരെ സുപ്രീം കോടതി ബാൻ ചെയ്ത വിധിക്കെതിരെ ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഏതൊരു കാര്യവും ലോയും ഓർഡിനൻസും സ്റ്റാൻഡ് ചെയ്യും. അതില്ലെങ്കിൽ സുപ്രീം കോടതി റിവ്യൂ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് തീർച്ചയായും സുപ്രീം കോടതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ നിയമം വഴി, ലോ വഴി വളരെ സ്ട്രോങ് ആയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഒരു ഭാഗത്തും ശ്രീ രാഹുൽ ഗാന്ധി മറുഭാഗത്തും ശക്തിയുക്തം വാദിക്കുമ്പോൾ കേരളത്തിൽ മാത്രം സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചാൽ അങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരിക്കാനോ നിയമനിർമ്മാണം നടത്താതിരിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഈ ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഡൽഹിയിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം സ്വാധീനമുള്ളവർ വിചാരിച്ചാൽ അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന്റെ സ്കോപ്പ് ഇല്ലാതാക്കാൻ കഴിയില്ല. തീർച്ചയായും ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി തീർച്ചയായും ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. ഒരു ഓർഡിനൻസിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തും. 13-ാം തീയതി വരെ സഭയുണ്ട്. ഈ രീതിയിൽ നോക്കുന്നുണ്ട്. ഏത് ദിവസത്തേക്കാണ് സുപ്രീം കോടതി മാറ്റിവെക്കുന്നു എന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നിൽക്കുകയാണ്. മാർച്ചിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു നിലപാട് വരുമെന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം കാര്യത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ ഏവരും പ്രതീക്ഷിക്കുന്നത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിലെ കാര്യമാണ്. വനിതാ മതിലിന് പോയ ശ്രീ വെള്ളാപ്പള്ളി നടേശനടക്കം ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്നും ശ്രീ CP സുഗതനടക്കം വിശ്വാസികളോടൊപ്പമാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങളെ വഞ്ചിച്ചതുപോലെയാണ് CPM എന്ന് പ്രീതി നടേശൻ അമ്മ അടക്കമുള്ളവർ പറഞ്ഞതാണ്. അപ്പൊ ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് ഏക മനസ്സാണ്. അവർക്ക് പേര് പലതായിരിക്കും. ആ വിശ്വാസികൾ നിരന്തരമായി പോരാടും. എങ്ങനെയെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായി വിജയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും.
സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം തന്നെയാണ്. വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നു. ഉത്തരവിനായി ഹർജികൾ മാറ്റി വാദങ്ങൾ മറ്റ് അഭിഭാഷകർ നിരവധി പേർക്ക് തങ്ങളുടെ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അവരോട് ഇത് നൽകാൻ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇന്ന് ഏറ്റവും അവസാനമായി നടന്നത് പ്രത്യേകിച്ചും തന്ത്രിക്കെതിരെയുള്ള കോടതി അലക്ഷ്യ ഹർജി തന്നെയായിരുന്നു. 10 വയസ്സുള്ള പെൺകുട്ടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ സ്വഭാവം ലംഘിക്കുന്നെന്ന് പറയുന്ന അയ്യപ്പനെ അപമാനിക്കുന്നതാണ് എന്ന രീതിയിൽ PV ദിനേശ് തന്ത്രിക്കെതിരായ കോടതി അലക്ഷ്യ ഹർജിയിൽ വാദിച്ചു. വാദം പൂർത്തിയായി എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം.